നമസ്കാരം. ആധുനിക ലോകത്തെ നിയന്ത്രിക്കുന്നതും ചലിപ്പിക്കുന്നതും നാം കണ്ണുകൊണ്ട് കാണാത്ത അതിസൂക്ഷ്മമായ ചില സിലിക്കൺ ചിപ്പുകളാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ ബഹിരാകാശ പേടകങ്ങളും ChatGPT പോലുള്ള കൃത്രിമ ബുദ്ധി സംവിധാനങ്ങളും വരെ പ്രവർത്തിക്കുന്നത് സെമി കണ്ടക്ടറുകൾ അഥവാ അർദ്ധചാലകങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക യുദ്ധങ്ങളുടെ പ്രധാന കേന്ദ്രം ഇന്ന് ഈ ചിപ്പുകളുടെ നിർമ്മാണമാണ്. ഈ ആഗോള ചിപ്പ് വിപണിയിലേക്ക് ഇന്ത്യ അതിൻ്റെ നിർണായകമായ ചുവടുവെപ്പ് നടത്തി കഴിഞ്ഞു. ഇന്ത്യൻ വ്യവസായ ഭീമന്മാരായ ടാറ്റ ഇലക്ട്രോണിക്സും റിലയൻസ് ആസ്ഥാനമായുള്ള ആഗോള ടെക് ഭീമൻ ASMLും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ പങ്കാളിത്തം ഇന്ത്യൻ സാങ്കേതിക രംഗത്ത് പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ്റെയും സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച ഈ കരാർ കേവലം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ബിസിനസ് ഉടമ്പടിയല്ല, മറിച്ച് ഭാരതത്തെ ഒരു ആഗോള സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റാനുള്ള തന്ത്രപ്രധാനമായ നീക്കമാണ്. സാങ്കേതിക ലോകത്തിന് പുറത്ത് ഭൂരിഭാഗം ആളുകൾക്കും അത്ര പരിചിതമല്ലാത്ത പേരായിരിക്കും ASML എന്നത്. ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് എന്നിവയെപ്പോലെ മാധ്യമങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കമ്പനിയല്ല ഇത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ളതുമായ കമ്പനിയാണ് അഡ്വാൻസ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ലിത്തോഗ്രഫി അഥവാ ASML. ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനികമായ സിലിക്കൺ ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ EUV ലിത്തോഗ്രഫി യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏക കമ്പനിയാണ് ASML. ആപ്പിളിൻ്റെ ഐഫോണുകളിലെ A19 ചിപ്പുകളോ NVIDIAയുടെ B200 AI ചിപ്പുകളോ നിർമ്മിക്കണമെങ്കിൽ ASMLൻ്റെ സാങ്കേതികവിദ്യ കൂടിയേ തീരൂ. മറ്റൊരു കമ്പനിക്കും ഇന്ന് വരെ ഈ സാങ്കേതികവിദ്യ വിജയകരമായി വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ശാസ്ത്രലോകത്തെ ഏറ്റവും സങ്കീർണമായ ഈ യന്ത്രങ്ങൾക്ക് ഒന്നിന് ഏകദേശം $400 മില്യൺ, അതായത് ഏകദേശം 3855 കോടി രൂപ വില വരും. അമേരിക്കയും നെതർലാൻഡ്സും ഈ സാങ്കേതികവിദ്യ ചൈനയ്ക്ക് കൈമാറുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നതിൽ നിന്ന് തന്നെ ഇതിൻ്റെ തന്ത്രപ്രധാനമായ മൂല്യം മനസ്സിലാക്കാം. നിലവിൽ അമേരിക്ക, തായ്വാൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ 4 രാജ്യങ്ങളിൽ മാത്രമേ ഈ അത്യാധുനിക യന്ത്രങ്ങൾ ഉള്ളൂ. ഗുജറാത്തിലെ ധുലേരിയയിലാണ് ടാറ്റ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ ഹബ്ബ് സ്ഥാപിക്കാൻ പോകുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇവിടെ ചിപ്പ് ഉൽപ്പാദനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഒരു സിലിക്കൺ ചിപ്പ് നിർമ്മാണത്തിൽ 2 പ്രധാന ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ഫാബ് പ്രോസസ്സും, 2 വേഫറിൻ്റെ വലിപ്പവും. ഫാബ് പ്രോസസ്സ് എന്തെന്ന് നോക്കാം. ഒരു ചിപ്പിലെ ട്രാൻസിസ്റ്ററുകളുടെ വലിപ്പമാണ് ഇത് നിശ്ചയിക്കുന്നത്. ട്രാൻസിസ്റ്ററുകളുടെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് ചിപ്പിൻ്റെ ശേഷി കൂടും. ഇതിനായി തായ്വാൻ്റെ PSMC കമ്പനിയുമായി ചേർന്നാണ് ടാറ്റ പ്രവർത്തിക്കുന്നത്. ധുലേരയിൽ 110 നാനോമീറ്റർ മുതൽ 28 നാനോമീറ്റർ വരെയുള്ള പ്രോസസ്സാണ് ഉപയോഗിക്കുക. ഇതിൽ 28 നാനോമീറ്റർ എന്നത് വളരെ മികച്ച സാങ്കേതിക വിദ്യയാണ്. ഇത് സ്മാർട്ട് ഫോണുകളിലോ സൂപ്പർ കമ്പ്യൂട്ടറുകളിലോ ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിലും മറ്റ് ഒട്ടനവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗാഡ്ജറ്റുകളും ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. 2 വേഫർ സാങ്കേതികവിദ്യ എന്ന് നോക്കാം. ശുദ്ധമായ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള തട്ടാണ് വേഫർ. ഇതിൻ്റെ വലിപ്പം കൂടുന്തോറും കൂടുതൽ ചിപ്പുകൾ നിർമ്മിക്കാനും ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും സാധിക്കും. നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മാനദണ്ഡമായ 300 mm വേഫർ സാങ്കേതിക വിദ്യയാണ് ASMLുമായുള്ള കരാറിലൂടെ ടാറ്റയ്ക്ക് ലഭിക്കുന്നത്. ഈ കരാറിലൂടെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ UUV യന്ത്രങ്ങളല്ല ഇന്ത്യയിലേക്ക് വരുന്നത്, മറിച്ച് ASML നിർമ്മിക്കുന്ന DUV ലിത്തോഗ്രഫി യന്ത്രങ്ങളാണ് ധുലേരയിലെ പ്ലാന്റിൽ വിന്യസിക്കുക. അത്യാധുനിക ചിപ്പുകൾക്ക് തൊട്ട് താഴെയുള്ള വാണിജ്യ ചിപ്പുകൾ നിർമ്മിക്കാൻ ഈ സാങ്കേതിക വിദ്യ മതിയാകും. പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രതിമാസം 50,000 വേഫറുകൾ ഉൽപ്പാദിപ്പിക്കാൻ ധുലേര പ്ലാന്റിന് സാധിക്കും. ഇതിനർത്ഥം വരും നാളുകളിൽ നാം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ളിൽ മേക്ക് ഇൻ ഇന്ത്യ സിലിക്കൺ ചിപ്പുകൾ സ്ഥാനം പിടിക്കും എന്നത് തന്നെയാണ്. സാങ്കേതികവിദ്യ കൈമാറ്റത്തിനുമപ്പുറം ഇന്ത്യയിൽ ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള ഒരു തൊഴിൽപ്പടയെ സൃഷ്ടിക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കും. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് ആവശ്യമായ മനുഷ്യവിഭവശേഷിയും പ്രോസസ്സ് അച്ചടക്കവും കെട്ടിപ്പടുക്കുവാൻ ടാറ്റയ്ക്ക് ഇതിലൂടെ സാധിക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു. ഒരു രാജ്യത്ത് സെമി കണ്ടക്ടർ വ്യവസായം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ളൂ. ചിപ്പുകൾ നിർമ്മിക്കുന്ന ഫാബുകൾ മാത്രമല്ല, അതിനാവശ്യമായ യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ, പാക്കേജിംഗ്, ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ആവാസ വ്യവസ്ഥ തന്നെ ഇതിനായി രൂപപ്പെടുത്തുന്നത്. ASMLുമായുള്ള സഹകരണം ഈ ഒരു ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ വളർത്തിയെടുക്കാൻ സഹായിക്കും. നിലവിൽ അമേരിക്കൻ, തായ്വാനീസ് കമ്പനികൾ ആധിപത്യം പുലർത്തുന്ന ഈ ആഗോള വിതരണ ശൃംഖലയിൽ ഭാരതത്തെ ഒരു പ്രധാന പങ്കാളിയാക്കാൻ ടാറ്റയുടെ ഈ നീക്കത്തിന് കഴിയും.
നോയിഡയിലെ HCL ഗ്രൂപ്പിൻ്റെ ചിപ്പ് സൗകര്യം, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ധ്രുവ് 64, വിക്രം 32 തുടങ്ങിയ ചിപ്പുകൾ എന്നിവയോടൊപ്പം ടാറ്റ ASML കരാർ കൂടി ചേരുമ്പോൾ ഭാരതത്തിൻ്റെ ഭാവി സുരക്ഷിതമാണ്. ഭാരതത്തിൻ്റെ വിശ്വാസ്യത ആഗോള വിപണിയിൽ വർദ്ധിപ്പിക്കാനും കൂടുതൽ വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും ഇത് വഴി തുറക്കും. സ്മാർട്ട് ഫോണുകൾക്കും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുമായി വിദേശ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ചൈനയും തായ്വാനെയും അമിതമായി ആശ്രയിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തുവാൻ ഇന്ത്യക്ക് ഈ കരാറിലൂടെ സാധിക്കും. ASML എന്ന ആഗോള ശക്തിയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിൻ്റെ നയതന്ത്ര സാങ്കേതിക വിജയമാണ്. ആഗോള അർദ്ധചാലക വിപണിയിലെ വൻ ശക്തിയായി മാറാനും ഭാവിയിലെ സാങ്കേതിക വിപ്ലവങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ചിപ്പുകൾ നൽകുവാനും ഈ ടാറ്റ ASML സഖ്യം അടിത്തറ ഇടുമെന്നത് സുനിശ്ചിതമാണ്. രസകരമായ മറ്റൊരു വസ്തുത എന്നത് ചൈന $100 ബില്യൺ കളഞ്ഞിട്ടും കിട്ടാത്തതാണ് ഇന്ത്യ ഒരൊറ്റ ഒപ്പിൽ സ്വന്തമാക്കി എന്നതാണ്. ഈ സാങ്കേതിക വിദ്യ മോഷ്ടിക്കാൻ വേണ്ടി മാത്രം ചൈന പൊട്ടിച്ചത് $100 ബില്യൺ, 8 ലക്ഷം കോടിയിലധികം രൂപ വരുന്നത്. എന്നിട്ടും ചൈന അവിടെ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. 2 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സാക്ഷിയെ ഒരൊറ്റ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഭാരതം അത് സ്വന്തമാക്കി. ASML സാങ്കേതിക വിദ്യ ചൈനയ്ക്ക് ജീവൻ മരണ പോരാട്ടമാകുന്ന വഴി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൂപ്പർ കമ്പ്യൂട്ടറുകൾ, അത്യാധുനിക യുദ്ധവിമാനങ്ങൾ എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന അതിസൂക്ഷ്മ ചിപ്പുകൾ നിർമ്മിക്കാൻ ASML കമ്പനിയുടെ EUV അഥവാ എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രഫി യന്ത്രങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ലോകത്ത് മറ്റാർക്കും ഈ യന്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയില്ല. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് നെതർലാൻഡ് സർക്കാർ ഈ UUV യന്ത്രങ്ങൾ ചൈനയ്ക്ക് വിൽക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. സാങ്കേതിക രംഗത്ത് ലോകശക്തിയേക്കാൾ കുതിക്കുന്ന ചൈനയ്ക്ക് ഈ നിരോധനം വലിയൊരു തിരിച്ചടിയായിരുന്നു. നിയമപരമായ വഴികളിലൂടെ ഈ യന്ത്രങ്ങൾ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് എങ്ങനെയെങ്കിലും ആ സാങ്കേതിക വിദ്യ മോഷ്ടിക്കുക എന്ന തന്ത്രത്തിലേക്ക് ചൈന തിരിയുന്നത്. ഇതിനായി കോടിക്കണക്കിന് രൂപയാണ് ചൈനീസ് കമ്പനികളും ഹാക്കർമാരും ഒഴുക്കിയത്. ASML കമ്പനിയെ ലക്ഷ്യമിട്ട് ചൈനീസ് ബന്ധമുള്ള കേന്ദ്രങ്ങൾ നടത്തിയ ചില പ്രധാന മോചന ശ്രമങ്ങൾ ആഗോളതലത്തിൽ വലിയ വിവാദമായിരുന്നു. ചൈനയിലുണ്ടായിരുന്ന ASMLൻ്റെ ഒരു മുൻ ജീവനക്കാരൻ കമ്പനിയുടെ അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യയുടെ വിവരങ്ങൾ ചോർത്തിയത് വലിയ വാർത്തയായിരുന്നു. UV യന്ത്രങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇയാൾ ചോർത്തിയത്. കോടിക്കണക്കിന് രൂപ വിപണി മൂല്യമുള്ള ഈ വിവരങ്ങൾ ചൈനീസ് സർക്കാരുമായി അടുത്ത ബന്ധമുള്ളൊരു ഏജൻസിയിലേക്കാണ് കൈമാറിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് വിപണിയിലുണ്ടായ ആഘാതവും സുരക്ഷ ശക്തമാക്കാൻ കമ്പനിക്ക് ചിലവഴിക്കേണ്ടി വന്ന തുകയും 100 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇതിനേക്കാൾ വലിയൊരു സംഭവം അതിനു മുൻപ് നടന്നിരുന്നു. ASMLൻ്റെ അമേരിക്കൻ ശാഖയിൽ ജോലി ചെയ്തിരുന്ന കുറച്ച് ചൈനീസ് ജീവനക്കാർ അവിടെയുള്ള സോഫ്റ്റ്വെയർ കോഡുകളും സാങ്കേതിക വിദ്യയും മോഷ്ടിച്ച് എക്സ്ട്രാപോൾ എന്നൊരു കമ്പനി രൂപീകരിച്ചു. ഈ കമ്പനിക്ക് പിന്നിൽ ചൈനീസ് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമുണ്ടായിരുന്നു. തുടർന്ന് ASML നൽകിയ കേസിൽ കോടതി എക്സ്ട്രാപോൾ കമ്പനിയോട് $800 മില്യണിലധികം നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയുണ്ടായി. ചൈന എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ കോടികൾ മുടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം. ഭൗതികമായി വിവരങ്ങൾ മോഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ASMLൻ്റെ കമ്പ്യൂട്ടർ സെർവറുകളിലേക്ക് ചൈനീസ് ഹാക്കർമാർ നിരന്തരം സൈബർ ആക്രമണങ്ങൾ നടത്താറുണ്ട്. അഡ്വാൻസ്ഡ് പെർസിസ്റ്റന്റ് ത്രെഡ് എന്ന് വിളിക്കപ്പെടുന്ന ചൈനീസ് മിലിറ്ററിയുടെ പിന്തുണയുള്ള ഹാക്കർമാരാണ് ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സോഫ്റ്റ്വെയർ കോഡുകൾ ഹാക്ക് ചെയ്തെടുക്കാനായി പ്രതിവർഷം വൻ തുകയാണ് ചൈനീസ് സ്പോൺസർമാർ ഇവർക്ക് നൽകുന്നത്. കമ്പനിയുടെ ഭൗതിക സ്വത്തവകാശം കവർന്നെടുത്ത് ചൈനയിൽ സമാന്തരമായി ഇത്തരം യന്ത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം കോടികൾ മുടക്കുള്ള മോചന ശ്രമങ്ങൾ വർദ്ധിച്ചതോടെ ASML കമ്പനിയും അമേരിക്കൻ ഡച്ച് രഹസ്യാന്വേഷണ ഏജൻസികളും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. ചൈനീസ് പൗരന്മാരെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഗവേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താനും ഡാറ്റ കൈമാറ്റങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും കമ്പനി നിർബന്ധിതരായി. ഈ കോർപ്പറേറ്റ് ചാരപ്രവർത്തനം വെറുമൊരു മോഷണമല്ല, മറിച്ച് ആഗോള സാങ്കേതിക മേധാവിത്വം പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമാണെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചൈന 100 കോടി രൂപ മാത്രമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടി തുക നേരിട്ടും അല്ലാതെയും മുടക്കിയാണ് ASMLൻ്റെ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിലിക്കൺ ചിപ്പുകളുടെ നിർമ്മാണം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും എത്രത്തോളം സ്വാധീനിക്കുന്നതിൻ്റെ തെളിവാണ് ഈ സംഭവങ്ങൾ. ഇന്ത്യ ഇപ്പോൾ ടാറ്റയിലൂടെ ASMLുമായി കൈകോർക്കുമ്പോൾ ഇത്തരം സുരക്ഷാ വെല്ലുവിളികളെയും കോർപ്പറേറ്റ് ചാരപ്രവർത്തനങ്ങളെയും കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്ന വലിയൊരു പാഠം കൂടി ഈ ചൈനീസ് ഹാക്കിംഗ് ശ്രമങ്ങളുടെ ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.